ഹലോ സർ, അസ്സലാമു അലൈക്കും. ഞാൻ കണ്ണൂരിൽ നിന്ന്. എൻ്റെ പേര് മറിയം. കണ്ണൂർ പയ്യന്നൂരാണ് താമസം. ഞാൻ സാറിൻ്റെ ക്ലാസ്സെല്ലാം കേൾക്കാറുണ്ട്. ഇന്ന് മലയാളം എക്സാം നല്ല എളുപ്പമായിരുന്നു. നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റീന്. മലയാളം കഥാപാത്ര നിരൂപണം നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റീന്. പിന്നെ ചിത്രകാരിന് ആസ്വാദനക്കുറിപ്പ് നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റീന്. താങ്ക് യു സാർ. ഇന്നത്തെ എക്സാം സൂപ്പർ ആയിരുന്നു. നല്ലപോലെ എഴുതാൻ പറ്റി. കഥാപാത്ര നിരൂപണം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി. MS സൊല്യൂഷന്റെ ക്ലാസ് കണ്ടുകൊണ്ട് പോകേണ്ട എനിക്ക് ഇന്നത്തെ മലയാള എക്സാം നല്ലപോലെ എഴുതാൻ പറ്റി. സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. നല്ല പരീക്ഷയായിരുന്നു. ഈ ക്ലാസ് വേണം തുടങ്ങിയത് കൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാറേ, എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല എക്സാം കഴിഞ്ഞാത്ത പാട്. സാർ എന്താ മലയാളം എക്സാം അടിപൊളി എക്സാം. സീരിയസ്ലി എന്ത് അടിപൊളി എക്സാം. ഞാൻ ആദ്യമായിട്ട് ഇത്രയും സാറ്റിസ്ഫൈഡ് ആവണം മലയാളം എക്സാം എഴുതിയിട്ട്. സീരിയസ്ലി പിന്നെ ഇതുവരെ എഴുതിയാലും നല്ല അടിപൊളി എക്സാം. സംഭവം ക്വസ്റ്റ്യൻസ് കുറച്ച് ഇതാണ്, പക്ഷെ നല്ലൊക്കെ എഴുതി ടൈം മാനേജ് ചെയ്യാൻ പറ്റി. എഴുതി കഴിഞ്ഞ് കുറച്ചിനൊക്കെ ഇത്തിരി ബെല്ലടിച്ച് നല്ല ഒക്കെ എഴുതാൻ പറ്റി. എല്ലാത്തിൻ്റെ ആൻസറും പറഞ്ഞ പോലെ ഒക്കെ എഴുതാൻ പറ്റി. അപ്പോൾ ഇന്നലെ MS സൊല്യൂഷൻ്റെ ക്ലാസ് കണ്ട കാരണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് മലയാളം എക്സാം ചെയ്ത് ഇത്രയും ഹാപ്പിയാണ്. എക്സാം ഒക്കെ എളുപ്പമായിരുന്നു. MS പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു. MS സൊല്യൂഷന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് നല്ല കോൺഫിഡൻസോടെ എഴുതാനൊക്കെ പറ്റി. ഈ ഒരു വൈബ് എന്നും കൂടെ ഉണ്ടാവണം. പല കാര്യങ്ങളും തലയിൽ കയറുന്ന സമയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ MS സൊല്യൂഷന്റെ വീഡിയോ കാണുന്നത്. ഇപ്പൊ എന്റെ ഫേവറേറ്റ് ക്ലാസ് ആണ്. കാര്യങ്ങൾ സിമ്പിളായി പറഞ്ഞതിന് വലിയ ഹെൽപ്പായി. എക്സാം പേപ്പർ കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി. താങ്ക്സ്. അടിപൊളി. ഇനി പ്രഡിഷനൊക്കെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞ്. അത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരുവിധ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. എല്ലാ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞ്. നിങ്ങൾ പറഞ്ഞോണ്ട് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസും നല്ല പ്രഡിഷൻ കിട്ടുന്നുണ്ട്. നല്ല ഇതുണ്ട്. ഇന്നലെയും ഇന്നത്തെ ലൈവ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ ആ ലൈവ് കണ്ടിട്ട് പോയത് കൊണ്ട് സാറ് പ്രഡിക്റ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല എളുപ്പമായിരുന്നു. താങ്ക്സ് MS പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്തു. രാവിലെ കണ്ട ലൈവ് ക്ലാസ് മുഴുവൻ ഞാൻ വായിച്ചു, എല്ലാം പഠിച്ചു. ഞാൻ ഓരോ നോട്ട്സും സ്ക്രീൻഷോട്ട് എടുത്താണ് പഠിച്ചിരുന്നത്. അങ്ങനെ എല്ലാ കാര്യവും സാറ് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വായിച്ച് പഠിച്ചിരുന്നു. പ്രഡിക്ഷൻ മൊത്തം ഞാൻ വായിച്ചു, നല്ലതുപോലെ വായിച്ചു. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആ ഒരു സന്തോഷം കിട്ടി. കാരണം ഞാൻ ഈ മലയാളം എക്സാം അങ്ങനെ നല്ലതുപോലെ എഴുതിയിട്ടില്ല. സാർ കാരണം എനിക്ക് ആ പരീക്ഷ നല്ലതുപോലെ എഴുതാൻ കഴിഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് MS. എനിക്ക് വളരെ സന്തോഷമായി. A+ കിട്ടുമെന്ന്. സാർ, ഞാൻ 9th സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. അതുകൊണ്ടാണ് ഞാൻ SSLCന്റെ ഇന്നത്തെ ലൈവ് ഒക്കെ കണ്ടത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ട കാര്യം നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാവും, ഏത് ചാപ്റ്ററിനാണ് വന്നിട്ടുള്ളത് മനസ്സിലാവും എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. ബട്ട് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എക്സാം എഴുതാൻ പോകുമ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുന്നുള്ളത്. പിന്നെ സാർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുള്ളത്. സാർ ഇന്നലെ പറഞ്ഞ മലയാളം ക്ലാസ് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. സാർ എന്താ പറയാനറിയില്ല. സത്യം പറഞ്ഞ എക്സാം അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിൽ ഫാദർ ഫ്രാൻസിസിന്റെ കഥാപാത്ര നിരൂപണം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സാറിനാണ് അത് ആദ്യം ഓർത്തത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും കണ്ടപ്പോൾ സാറിനാണ് ഓർമ്മത്. അത്രയ്ക്ക് എളുപ്പമായിരുന്നു. എനിക്ക് A+ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എനിക്ക് അറബ് എക്സാം കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊരു ഒരു പേടിയുണ്ടായിരുന്നു. ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞപ്പോഴും പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടിയൊക്കെ എല്ലാം ഈ ഒരു മലയാളം എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ടോട്ടൽ ഓഫ് തീർന്നു തന്നെ പറയാമല്ലോ. അത്രയ്ക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അടിപൊളി എക്സാം ആയിരുന്നു. നിങ്ങളെ 2 ദിവസത്തെ ക്ലാസ് കണ്ടതും നിങ്ങളുടെ PDF-ഉം എല്ലാം ഞങ്ങൾക്ക് അത് കാരണമാണ് ഇത്രയും നന്നായിട്ട്. കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾ പൊടിയാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ഇന്നത്തെ മലയാളം പരീക്ഷ ഞാൻ കൂടെ പഠിച്ചത് ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റുന്നത്. അതും പ്രഡിക്ഷൻ്റെ PDF മാത്രം. എക്സാമിൽ കയറുന്നത് വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ബട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ എൻ്റെ ആ പേടി അങ്ങ് മാറി. ക്വസ്റ്റിന് ചെറിയ മാറ്റം ഉണ്ടായിരുന്നെങ്കിലും MS-ന്റെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് സമയത്തിന് മുമ്പ് എഴുതി തീർത്ത ഒരു പരീക്ഷയായിരുന്നു കേട്ടോ ഇത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വീട്ടുകാർ ഇതൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പഠിച്ചത്. ഒത്തിരി നന്ദി എടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ പ്രഡിക്ഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഇനിയും വേണം. കാരണം നല്ല എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു. കാരണം സാർ ഇന്നത്തെ എക്സാം ഒരു രക്ഷയില്ല. അമ്മത് കിടക്കുന്ന അടിപൊളി. മാഷാഅല്ല, അത്രയ്ക്ക് സിമ്പിൾ എക്സാം. ഇത്രയ്ക്ക് സിമ്പിളാന്ന് വിചാരിച്ചില്ല. പൊതുവെ അടിസ്ഥാന പാഠാവലിന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടഫാണ്. അത് നിങ്ങൾക്ക് എന്തോ പേപ്പർ കിട്ടി ജോലിയിൽ വായിച്ചപ്പോൾ സന്തോഷമായി. ഫാദർ ഫ്രാൻസിസിൻ്റെയും ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എന്ത് സന്തോഷമാണെന്നോ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. മലയാളം സെക്കൻഡ് എക്സാം എഴുതിയിട്ട് വന്ന് അടിപൊളി എക്സാം ആയിരുന്നു. എല്ലാ MS എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇപ്പോൾ. എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈ മലയാളം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. ദാറ്റ് ഈസ് സോ വണ്ടർഫുൾ മൂമെന്റ് ഫോർ മീ. താങ്ക് യു MS ഫോർ ദിസ്. Thank you MS Solution for giving a proud moment for me. ഇന്നത്തെ എക്സാം കഴിഞ്ഞപ്പം വളരെ സന്തോഷമുണ്ട്. പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്
താങ്ക് യു. ഓക്കെ, ഞാനേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരിങ്ങനെ വോയിസ്, ഇതൊന്നും എനിക്ക് അയച്ച വോയിസ് അല്ല കേട്ടോ, മെൻറ്ററിന് അയച്ചു കൊടുത്ത വോയിസുകളാണ്. ഓരോ വോയിസ് കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനറിയില്ല. എന്നിരുന്നാലും കുറച്ച് വീഡിയോസുകൾ നമ്മുടെ സ്റ്റുഡൻസ്, ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞതാണ്. ഹലോ സാറേ, ഞാൻ ഇന്നിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം ഞാൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ട് അല്പം സമയമായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് നല്ല സന്തോഷത്തിൽ എഴുതാൻ പറ്റി. കാരണം എന്നിട്ട് പറയാ, ഇന്നലത്തെ രാത്രിയത്തെ ലൈവും രാവിലത്തെ ലൈവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും പരീക്ഷയുടെ സമയത്ത് ആശ്രയിക്കുന്നത് MS സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനെ മാത്രമാണ്. അപ്പോൾ ഞാനും അതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല എളുപ്പമായിട്ട് ഇന്ന് പരീക്ഷ എഴുതാനും പറ്റി. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു തന്നെയാണ് വന്നത്. അപ്പൊ സന്തോഷമുണ്ട്. സാർ അടിപൊളി പരീക്ഷ. ഞാൻ ഇതൊക്കെ എളുപ്പമെന്ന് വിചാരിച്ചിരുന്നു. എല്ലാ പരീക്ഷയിലും സാറ് പറഞ്ഞ കഥാപാത്ര നിരൂപണം ഒക്കെ വന്നത് അടിപൊളിയായിട്ടിരുന്നു. കുഴപ്പമുണ്ടായില്ല, ബാക്കിയൊക്കെ ശരിയായില്ലേ. പിന്നെ മറ്റേ ഫാദർ ഫ്രാൻസിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റ് അടിച്ചുപൊളി ചെയ്തിട്ടുണ്ട്. പരീക്ഷ അടിപൊളിയായിരുന്നു. സാർ, ടീച്ചർ MS സൊല്യൂഷന്റെ എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയാണ്. ഇന്നത്തെ മലയാളം പരീക്ഷ എനിക്ക് നല്ല എളുപ്പമായിരുന്നു. A+ കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ തന്നെ വായിച്ചു നോക്കി. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഇന്ന് രാവിലെ പറഞ്ഞായിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒക്കെ എല്ലാത്തിനും എനിക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റി. പിന്നെ ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇന്നലെ MS പറഞ്ഞു ചിലപ്പോൾ മലയാളം സെക്കൻഡ് ടഫ് ആകുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നല്ല എളുപ്പമായിരുന്നു. ഉറപ്പാണ് എനിക്ക് ഇതിന് A+ കിട്ടുന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കൊക്കെ മലയാളം സെക്കൻഡ് കുറച്ച് ടഫായിരുന്നു. പക്ഷെ ഈ പരീക്ഷ നല്ല എളുപ്പമായിരുന്നു. A+ കിട്ടുന്നത് നല്ല ഉറപ്പുണ്ട്. MS സൊല്യൂഷന്റെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയണം. എൻ്റെ റിയലി ലവിങ് MS സൊല്യൂഷൻ. താങ്ക് യു. എക്സാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. MS-ന്റെ രാവിലത്തെ പ്രഡിഷൻ അതൊക്കെ കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റി. പിന്നെ ഒരു PDF ഇടുന്നെന്ന് പറഞ്ഞു, PDF വായിച്ചു കിടന്നുകൊണ്ട് എനിക്കാണെങ്കിൽ നല്ലപോലെ എഴുതാൻ പറ്റി. 40-ൽ 40 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. സാറേ, ഇന്നലത്തെ വീഡിയോ കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പരീക്ഷ. എന്തായാലും ഉറപ്പായി A+ കിട്ടും. നല്ല പരീക്ഷ. കൂട്ടുകാരെല്ലാം പറഞ്ഞു അടിപൊളി പരീക്ഷ എന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് A+ കിട്ടും. കൂട്ടുകാരൊക്കെ പറഞ്ഞ അടിപൊളി പരീക്ഷ, അതുകൊണ്ട് ഓനും കിട്ടുമെന്ന് എജാതി. അതിൽ വേറൊരു അർത്ഥം ഉണ്ടല്ലോടാ. ഓക്കെ, ഞാൻ ഓൾറെഡി സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുമ്പോഴാണ് അതിനൊരു മാധുര്യമേറുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ സത്യം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഘടകം തന്നെയായിരുന്നു. കാര്യം മലയാളം സെക്കൻഡ് പരീക്ഷ ഓണപ്പരീക്ഷാ സമയത്ത് നമ്മുടെ പ്രഡിക്ഷൻ വളരെ ക്ലിയർ ആവുകയും ക്രിസ്മസ് പരീക്ഷയ്ക്കും ക്ലിയർ ആയിട്ടുണ്ട്. എന്നാൽ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് എടുക്കേണ്ടിയിരുന്ന കാർത്തിക മിസ്സിന് അസുഖമില്ലാതാവുകയും മഞ്ഞപ്പിത്തം വരികയും ചെയ്തപ്പോഴാണ് ഞാൻ 3 യൂണിറ്റുകളും വളരെ കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്യുകയും ലൈവ് തരികയൊക്കെ ചെയ്തത്. ആ ഒരു ബേസിൽ ഞാൻ എന്ത് ചെയ്തു, മലയാളം സെക്കൻഡ് എനിക്ക് അതിയായ താല്പര്യം ഉണ്ടായിരുന്നു. മലയാളം സെക്കൻഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കേവലം ഒരു കുട്ടിക്ക് A+ നഷ്ടപ്പെടരുത്. ഓൾറെഡി നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവും മലയാളം എന്ന് പറയുന്നത് A+ കിട്ടുന്ന സബ്ജക്റ്റാണ് എന്ന്. പക്ഷേ മോഡൽ എക്സാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ചില ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ആ വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്ന ചാപ്റ്റർ കാണുമ്പോഴേ കുട്ടിക്ക് ഒരു തലവേദനയാണ്. എന്താ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ യാഥാർത്ഥ്യം സാഹിത്യപരമായിട്ടുള്ള വാക്കുകൾ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്, പുസ്തക വായന കുറഞ്ഞത് കൊണ്ടാണ്, ആമുഖങ്ങളൊക്കെ വായിക്കാത്തത് കൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ MS സൊല്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മലയാളം സെക്കൻഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തൂക്കിയിട്ടുണ്ട്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട, കോംപ്രമൈസും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന SSLC വിദ്യാർത്ഥികളോട് ഇതുപോലെ നിങ്ങളുടെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് എന്തൊക്കെ ആണ് നമ്മുടെ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് ഈ വീഡിയോ അടിയിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതൊരു ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്ന അതേ സംഗതി ഈ വർഷത്തെ കുട്ടികൾ ഒരല്പം കൂടി എനർജിതെറ്റിക്കാണ്. അവർ വീഡിയോ അയച്ചു തരുന്നു, വോയിസ് അയച്ചു തരുന്നു. അതിയായ സന്തോഷമുണ്ട്. ഇനിയും അടുത്ത എക്സാമൊക്കെ ഉഷാറാവട്ടെ. ഹിന്ദിയുടെ പരീക്ഷയാണ് അടുത്തത്. നന്നായിട്ട് പഠിക്കുക, ഹിന്ദിക്ക് വേണ്ടി തയ്യാറെടുക്കുക. എന്തായാലും നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ പ്രൊഡിക്ഷൻ ലൈവുകളും പ്രൊഡിക്ഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ലൈവുകൾ മാത്രമല്ല MS തരാറുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ സമ്മറി ഹിന്ദി തന്നു. നാളെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അങ്ങനെ എല്ലാ ലൈവുകളും നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. എല്ലാ ദിവസവും MS സൊല്യൂഷൻ ചാനലിൽ ലൈവുകളുണ്ട്. ഒരു ദിവസം പോലും ലൈവ് ഇല്ലാത്തതില്ല. പെരുന്നാൾ വരാനിരിക്കുകയാണ്. അതിലൊന്നും നിങ്ങളുടെ മൈൻഡ് മാറരുത്. തീർച്ചയായിട്ടും എങ്ങനെയുണ്ടായിരുന്നു മലയാളം സെക്കൻഡ് പരീക്ഷ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ
മറക്കല്ലേ.